ഇന്നും നമ്മുടെ യാത്ര മുംബൈയിൽ മാർവ ബീച്ചിലാണ്. मोर देन हम लोग ने 1000 स्नेक जो है हम लोग ने एवरी संडे सी में हम लोग रिलीज किया है. ओए दिस इज हुगनोज स्मॉल हेड स्नेक है. ഓ രണ്ടാണോ? നാവ് നന്നായിട്ട് പുറത്തേക്ക് എടുത്താൽ ഈ കൊച്ചു വെള്ളത്തിലാണ് ഇത്രയും കിട്ടി 3 എണ്ണം കിട്ടിയത്. വലിയ ബോട്ടിലൊക്കെ ഇഷ്ടം ഒത്തിരി കാണുമായിരിക്കും. നമസ്കാരം. नमस्कार. സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും സന്തോഷം. ഇന്നും നമ്മുടെ യാത്ര മുംബൈയിൽ മാർവ ബീച്ചിലാണ്. നമ്മളിന്ന് ഒരു മഹത് വ്യക്തിത്വത്തെ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായി നമ്മുടെ നവീൻജി, അത് കഴിഞ്ഞ് നമ്മുടെ സീ സ്നേക്കുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ സീയെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന മമത കഠാരിയ. നമസ്തേ. അപ്പോൾ ഇദ്ദേഹത്തിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. ഇദ്ദേഹത്തിന് ഇവിടെ സ്ഥിരമായിട്ട് ഇങ്ങനെ ബോട്ട് വരുമ്പോൾ ബോട്ടിൽ ഒരുപാട് സീ സ്നേക്കുകൾ അഥവാ കടൽപ്പാമ്പുകൾ കിട്ടാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം അതിനെല്ലാം കളക്ട് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് മമത കഠാരിയ എന്ന് പറയുന്ന മാഡം. അതിലുപരി ഇദ്ദേഹം റിസർച്ച് ചെയ്യുക മാത്രമല്ല, ഇദ്ദേഹം ഇവിടെ നമ്മളെന്താ മുംബൈയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ സ്ഥലത്തൊക്കെ പാമ്പുകളെ സംരക്ഷിക്കുന്ന സ്നേക്ക് ക്യാച്ച് ചെയ്യുന്ന ആളാണ് ഇദ്ദേഹം. അപ്പോൾ നമ്മൾ നിസ്സാരമായിട്ട് കാണേണ്ട ഒരു ആളല്ല, അദ്ദേഹം ഒരു വലിയ വ്യക്തിത്വമാണ്. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ നിരന്തരം ഈ വരുന്ന ബോട്ടുകളിലൊക്കെ വലയിൽ സീ സ്നേക്കുകൾ, മലാക്ക, സ്മോൾ ഹെഡഡ് സ്നേക്ക്, ഇങ്ങനെ ഒരുപാട് പാമ്പ് വർഗ്ഗങ്ങൾ, കടൽ പാമ്പുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളെ പ്രേക്ഷകർ മറന്നു പോകാൻ സാധ്യതയില്ല. നമ്മൾ 1-2 എപ്പിസോഡിൽ അതിൽ കൂടുതൽ എപ്പിസോഡിൽ നമ്മൾ കടൽ പാമ്പുകൾ, സീ സ്നേക്കുകൾ നമ്മളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നവീൻജിയുടെ നാട്ടിൽ കടലുണ്ടോ, സീ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ നവീൻജിക്ക് കടൽ പാമ്പ്, സീ സ്നേക്ക് ഇല്ല. आपके बारे में बोल दीजिए और इस जगह के बारे में, सी स्नेक्स के बारे में कुछ बोल सकते हैं क्या? हाय, मेरा नाम ममता कटारिया है. मैं मलाड वेस्ट में रेस्क्यू करती हूँ एज अ रेस्क्यूअर पास्ट 7-6 ईयर से. बेसिकली मैं जहाँ ये रहती हूँ ये मारवे का एरिया है जो सी से काफ़ी नज़दीक है. यूजुअली हम लोग एक बार जब हमने विज़िट किया था तब हमने देखा था कि जो फिशरमैन्स के जो नेट है जो वो लोग फिशिंग्स करके आते हैं, तो उसमें कभी कभी जो सी स्नेक्स है जो मरीन लाइफ को बहुत इम्पॉर्टेंस है, तो वो सेग्रीगेट जब उनके फ़िश नेट में कभी भी फंस जाते हैं तो दे डिडंट पुट देम इन बैग. सो और सी स्नेक का मोस्टली इतना है कि लोगों को इतना इन्फॉर्मेशन नहीं रहता है. लोगों को लगता है कि सी स्नेक है और बहुत से लोगों को ये भी नहीं पता होता है कि मोस्टली जो सी स्नेक्स है वो सारे वेनमस होते हैं. ये प्लेस है हमारा जो मारवे. यूजुअली मैंने 2 साल से एक प्रोजेक्ट शुरू किया है. जो भी जितने भी यहाँ मरीन लाइफ के जो सी स्नेक्स है जो फ़िश नेट में सेग्रीगेट हो जाते हैं, जिनके बारे में लोगों को लैक ऑफ नॉलेज है, जिनको पता नहीं कि उनको बचाना कितना ज़रूरी है, इक्वल टू अदर अर्बन स्नेक्स. मोस्टली हमारे 2 ईयर्स से मैं कर रही हूँ, तो हम लोग हर संडे करते हैं. मोर देन हम लोग ने 1000 स्नेक जो है हम लोग ने एवरी संडे करके हम उसको सी में हम लोग रिलीज़ किया है. 2 years in ಪ್ರಾಜೆಕ್ಟ್ തുടങ്ങിയ ಹತ್ರ NGO ഉണ്ട്. ಎವ್ರಿ ಸಂಡೇ ಇಲ್ಲ ಲೀವ್ ಕುಟುಂಬ ಸಮೇತ ಅವರ ಟೀಮ್ ಉಂಟು, ಕ್ರೂ ಉಂಟು. ಅವರು വന്നിട്ട് ಅವರ ರಿಸರ್ಚ್ ಹಾಕು, പിന്നെ ನಾಲೆಜ್ ಹಾಕು, പിന്നെ ഫിഷേഴ്സ്മാൻസ് എല്ലാം ഉണ്ടാവಲ್ಲ, ಅವ್ರದ್ದು ನೆಟ್ಟಲ್ಲಿ ಕುಡುಗಿ കളിയോ ಅದನ್ನ സീ സ്നേക്സ്, അത് അതിനെ പറ്റി എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആക്കും. അതിൽ ഡിഫറൻസ് നോൺ വെനംസ് ഉണ്ടാവും, വെനമസും ഉണ്ടാവും. അവർ ഫിഷർമാൻ എന്താക്കും പറഞ്ഞാൽ വെള്ളത്തേക്ക് എരിയൂല, കൊന്നു കളിയോ, ഇത് പാമ്പാണ്, ഇത് പോയിസൺ ആണ്.
എവറി സ്നേക്ക് ആണ് സീ സ്നേക്കും തല്ലിക്കൊല്ലും. അതെ, അത് ആൾമോസ്റ്റ് ഹാംലെസ് ആണ്. അത് ഡെത്ത് റേറ്റ് കുറവുണ്ട് അതിന്റെ. ഡെത്ത് റേറ്റ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മുടെ ഒരുപാട് സീ സ്നേക്കിൻ്റെ എനിക്ക് ഒരു 5-ലേറെ എപ്പിസോഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ മലാക്ക സീ സ്നേക്ക് ഒക്കെ നമ്മൾ എന്താ സ്മോൾ ഹെഡഡ് സീ സ്നേക്ക് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ യഥാർത്ഥത്തിൽ മലാക്ക സീ സ്നേക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കേരളത്തിൽ അതിൻ്റെ സാന്നിധ്യമില്ല. അവർ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ കൊൽക്കട്ട ആണ് പറഞ്ഞത്, മുംബൈ ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ മുംബൈ ബീച്ചിൽ കൊൽക്കട്ട ബീച്ചിലൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിൽ വെട്ടുകാട് പള്ളിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സ്മോൾ ഹെഡ് സ്നേക്ക് നമുക്ക് വലയിൽ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നത് വെച്ചാൽ അവർ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു 1000-ഓളം സീ സ്നേക്കുകൾ ഇവിടെ ഇവർ എന്താ പറയുക ഇവിടെ ബോട്ടിൽ വരികയും കുറേയൊക്കെ റിലീസ് ചെയ്യും, കുറേയൊക്കെ കരയിലേക്ക് ഇടുമ്പോൾ മരിച്ചു. നമുക്ക് എന്തായാലും നമുക്ക് നോക്കാം. This is hognose. Okay. Hognose. Hoop. Hognose. 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 ये venomous. Venomous है क्या? Venomous. 2 days back. ये पुलु वाला वंदन है. Highly venomous है क्या? हाँ. നമുക്ക് അത്രയും പുഴുവായിട്ടുണ്ട്. ഇതൊക്കെ പുഴുവാണ്. ഇതിലത്രയും പുഴു. ഇത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ അല്ല, ഒരു രണ്ട് ദിവസം കഴിഞ്ഞു, 48 2 ദിവസം കഴിഞ്ഞു അതിൻ്റെ പുഴു വന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല് നമ്മൾ നോക്കി, വാല് നമ്മുടെ മീനിൻ്റെ വാല് പോലെയാണ് ഇതിൻ്റെ വാല്. Small headed snake है ना? Small headed. फुल साइड अदे फिशेस. Sea snakes का tail ऐसे होता है कभी भी. सर फ्लैट होता है ना? Flat. हाँ. Swimming pattern. Sea snake ൻ്റെ ടൈൽ ഫ്ലാറ്റ് ആയിരിക്കും, തുഴ പോലെ. നമ്മൾ തുഴഞ്ഞു പോകുന്ന തുഴ പോലെ. അതിലുപരി നമ്മൾ ഇദ്ദേഹത്തെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കുറച്ച് നാൾ മുന്നേ നമ്മൾ പരിചയപ്പെടുത്തി, ട്രിവാൻഡ്രത്ത് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പെരുമാതുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ചെറിയ അതായത് സ്മോൾ ഹെഡർ സ്നേക്ക്. ഇത് സ്മോൾ ഹെഡർ സ്നേക്ക് എന്നറിയപ്പെടുന്ന സീ സ്നേക്കാണ്. നമ്മളെ സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇനിയും നമുക്ക് അധികം ഡെഡ് ആയതുകൊണ്ട് നമുക്ക് അധികം ഒന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് നടക്കാം. വേറെ ഏതെങ്കിലും വെനമുള്ള അപകടകാരിയായ അപകടം എന്ന് പറഞ്ഞാൽ അത് ഇതിൻ്റെ ഒന്നും ഡെത്ത് റിപ്പോർട്ട്, ഇത് ബൈറ്റ് ചെയ്തിട്ട് ഡെത്ത് റിപ്പോർട്ടുകൾ നമുക്ക് നമ്മുടെ കേരളത്തിൽ അപ്പോൾ ഉണ്ടായിട്ടില്ല. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ കടലിൽ പോകുന്ന ആൾക്കാരുണ്ട്, പക്ഷേ അവർക്കൊന്നും കടി കിട്ടിയതായിട്ടോ അവിടെ മരണം സംഭവിച്ചായിട്ടോ അറിയില്ല. ഓ दो है, रंडाना एक है hognose और file snake. hognose അതുപോലെ ഹുഗ്നോസ് നമ്മൾ highly venomous. അതെ, നമ്മളെല്ലാം ചത്തുപോയിട്ടുണ്ട്. എല്ലാവരും കരയിലേക്ക് വലിച്ചെറിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ചത്തുപോണതാണ്. അപ്പോൾ ഇതെല്ലാം ഹുഗ്നോസ് സ്നേക്കാണ്. ഇതും സീ സ്നേക്കിൻ്റെ വാലറിയില്ല, വാല് തുഴ പോലെ എല്ലാത്തിൻ്റെ. പക്ഷേ ഇത് ചെറിയൊരു തുഴ പോലെ. ഇത് വെനമസ് ആണ്, പക്ഷേ ഇതും നമുക്ക് ഡെത്ത് റിപ്പോർട്ടുകളില്ല. ഫൈൽ സ്നേക്ക്, ഇത് ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ ഇതിനെ അപേക്ഷിച്ച് ഇതിൻ്റെ സ്കിൻ, എൻ്റെ ശരീരം ഒരു എന്താ പറയുക ഒരു റബ്ബർ പോലെ, അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഷൈ ആയിട്ടുള്ള സാധനം. പക്ഷേ വാല് തുഴ പോലെ അല്ല, എന്താ വാല് ചെറിയ തുഴ പോലെയുള്ളൂ, വലിയ പരന്ന വാലല്ല. यूजुअली ये जो स्नेक रहता है ना, फाइल स्नेक, उसको फिशरमैन्स बेट के लिए भी यूज करते हैं. बेट लगाना for fishing. ചൂണ്ടയ്ക്ക് കൊടുത്തിട്ട് മീൻ പിടിക്കാനായിട്ട്. ഫിഷിംഗ് के लिए. हाँ. ഇതിനെക്കുറിച്ച് ഈ ഫൈൽ സ്നേക്കിനെ കുറിച്ച് പറയുന്നത്, ഇതിനെ അവർ പിടിച്ചിട്ട് വലയിൽ കിട്ടുമ്പോൾ വെനമില്ലാത്തതിൻ്റെ കട്ട് ചെയ്തിട്ട് പീസാക്കിയിട്ട് ചൂണ്ടയിൽ കൊരുത്ത് മറ്റ് മീനിനെ പിടിക്കാനിട്ട് കൊടുക്കുക. അതിനുവേണ്ടിയാണ് ഇവർ ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് വെനമില്ലാത്തതിൻ്റെ ഒരു കട്ട് ചെയ്ത് പീസാക്കിയിട്ട് കൊരുത്ത് ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ അത് അടുത്ത മീൻ അതിൽ പിടിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത് ഈ ഫൈൽ സ്നേക്കിനെ ഉപയോഗിക്കുന്നത്. വെനമില്ലാത്തതുകൊണ്ട്, അതിന് അപകടമില്ലാത്തതുകൊണ്ട് അവർ അതിനെയാണ് കട്ട് ചെയ്ത് മീൻ പിടിക്കുന്നത്. ഇത് പക്ഷേ വെനമസ് സ്നേക്കാണ്. ബൈറ്റ് പെട്ടെന്ന് നമുക്കറിയില്ല, കടൽപ്പാമ്പുകൾ പെട്ടെന്ന് ബൈറ്റ് ചെയ്യുന്ന ഒരു പാമ്പുകളല്ല. അപ്പോൾ പുള്ളിക്കാരത്തി പറയുന്നത് ഇതെല്ലാം ഷെഡ്യൂൾഡ് 1, അതായത് സീ സ്നേക്കെല്ലാം ഷെഡ്യൂൾഡ് 1. ഇതിനെ കൊല്ലാൻ പാടില്ല, ഇതിനെ നമ്മൾ വളർത്താൻ പാടില്ല, വീട്ടിൽ കൊണ്ട് വെക്കാൻ പാടില്ല. ഇതൊക്കെ അപ്പോൾ ഷെഡ്യൂൾഡ് 1 ആണ്.
कौन सी स्पीसीज रेस्क्यू किया है अभी तक? अर्बन में तो मैं एज अ वाइल्ड लाइफ जो रेस्क्यूअर हूँ, अर्बन में मुझे 5-6 इयर्स हुए, तो मोस्टली 500 अक्रॉस जो अर्बन में मिलते हैं, कोबरा, वाइपर एंड ऑल, 500. वैसे 500. कितना साल വർഷം എത്ര വർഷം? कितने साल से? 5-6 years. 5-6 ഇയർ. അപ്പോൾ 6-7 വർഷം കൊണ്ട് ഇദ്ദേഹം ഏകദേശം 500-ലേറെ അല്ലേ, 500-ലേറെ കളക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ. റസൽസ് വൈപ്പർ, रसल्स वाइपर, कोबरा, Crate. कॉमन क्रेट, കോമൺ ക്രൈറ്റ്, പൈത്തൺ, पाइथन, പൈത്തൺ, സോസ്കെയിൽഡ്, सॉस्केल्ड, ഹംബിനോസർ, ഹംബിനോസർ, बाम्बू पिट वाइपर, बाम्बू पिट वाइपर, ബാംബു പിറ്റ് വൈപ്പർ, बाम्बू पिट वाइपर, ഹംബിനോസർ ഇല്ല ഇവിടെ ഇല്ല. അപ്പോൾ ബാംബു പിറ്റ് വൈപ്പർ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? बाम्बू पिट वाइपर, कितना बैम्बू पिट है? मोर देन 20+. 20+ हुआ है क्या? मोस्टली जो हमारे यहाँ जो बैम्बू पिट वाइपर्स है वो हमारे ईस्ट डायरेक्शंस में मिलते ज़्यादा ही हैं, मिलता आरे है। वगैरह. नहीं, रेयर, बहुत rare है रेयर, बहुत रेयर बैम्बू पिट वाइपर. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ ഇപ്പോൾ ഇദ്ദേഹം 20ഓളം ബാംബു പിറ്റ് വൈപ്പറിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സത്യം നമ്മുടെ അവിടേക്ക് ഇത് അപൂർവമാണ്. അപ്പോൾ ഇവർ ഇവിടെ വിലയില്ല. നോൺ വെനമസ് സ്നേക്ക്, ഹിന്ദി നാം നോക്കിയേ. ഇത് കടിക്കാതെ ഇങ്ങനെ പുള്ളിക്കാരത്തെ കൈ തന്നെ ഇങ്ങനെ നോക്കിയേ. പുള്ളിക്കാരത്തി ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമ്മൾ പറയുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലത് പുള്ളിക്കാരത്തി അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഓരോ സ്നേക്സിനെ കുറിച്ച്. അതായത് ഇവിടെ നോൺ വെനമസ് ഉണ്ട്, വെനമസ് ഉണ്ട്, ഡെഡ്ലി വെനമസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും കടി കിട്ടി മരണപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷേ നോക്കിക്കോളൂ, നാവുണ്ട് അതിന്. നാവ് ചെറുതായിട്ട് ഇങ്ങനെ നാവ് പറഞ്ഞു, ചെറുതായിട്ട്. പക്ഷേ ഒരു പറഞ്ഞു നമ്മൾ നേരെയല്ലേ നാവിടുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മുടെ മറ്റ് പാമ്പുകളൊക്കെ നേരെ നാവിടും. ഇത് സൈഡിലേക്ക് ഇങ്ങനെ ഇതുണ്ട് മൂക്ക്. ഇതാണ് നമുക്കിതാ ശ്വസന മൂക്കുണ്ട്. ഇവിടെ 2 മൂക്കിൻ്റെ ഡോട്ടുണ്ട്, കണ്ണിൻ്റെ ചെറിയ ഡോട്ടുണ്ട്. നാവുണ്ടോ അടിപൊളിയാണ്. നാവ് നന്നായിട്ട് പുറത്തേക്ക് എടുത്താണെങ്കിലും. അപ്പോൾ ഇവരിതിനെ എനിക്ക് തോന്നുന്നതിന് കിട്ടാത്തതുകൊണ്ട്, ഇതിനെ മീൻ കിട്ടാത്ത വരുമ്പോൾ നാവ് നല്ല അടിപൊളിയായിട്ട് നാവ്. പക്ഷെ നമുക്ക് അത്ര സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കണ്ടോ നാവ് എന്തായാലും അടിപൊളി. നമ്മൾ വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് ബാക്കിയുള്ള കിട്ടിയില്ലെങ്കിലും ഇത് നമുക്ക് എന്താ പറയുക, വനമില്ലാത്താണെങ്കിൽ പോലും നമുക്ക് 3 എണ്ണം ഒരുമിച്ച് ഒരു ചെറിയ വലയിലാണ് അകപ്പെട്ടത്. പക്ഷെ എന്തായാലും സൂപ്പർ. बेसिकली ये जो है ये फाइव स्नेक है, जिसकी आपने भी देखा कि ये फिशरमैन जब फिशिंग करने जाते हैं, जब वापस नेट लेके आते हैं, उनमें ये सेग्रीगेट हो जाते हैं. तो मोस्टली हम जब यहाँ पर विजिट करते हैं, जैसे ये फाइव स्नेक है. अब अभी आपने देखा कि ये एक सिर्फ फिशरमैन का बोट आया, तो उसमें हमको ये 3 मिले. एक ही बोट में 3 मिला. ഇതുപോലെ എത്ര അങ്ങനെ കുറേ ബോട്ട് വരും और ऐसे इनके टाइमिंग के हिसाब से इनके दिन में 3 से 4 बार ऐसे बोट्स आते हैं. तो उसमें ही एक दिन में इतने मतलब इतने क्वांटिटी में स्नेक मिलते हैं. 5 स्नेक हो गया, होकमोस मिल गया. तो इनका जो रेशियो है वो डेथ का, अगर वो यहीं पे रह जाए, वो बहुत एक दिन में ही ज़्यादा बढ़ जाता है. നമ്മുടെ മലാക്ക സീസ്നേക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? മലാക്ക स्नेक मिलता है क्या? मलाक्का स्नेक भी मिलता है, बट वो बहुत रेयर है. बहुत rare है. येलो भी मिलता है, येलो पेलेट भी मिलता है. യെല്ലോ മലാക്ക. ഓ, ഒരു ചെറിയ വെള്ളം വന്ന് ചെറിയ ഈ കൊച്ചു വെള്ളത്തിലാണ് ഇത്രയും 3 എണ്ണം കിട്ടിയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വലിയ ബോട്ടൊക്കെ വരുമ്പോൾ എനിക്ക് വന്നത് 10-20 ഉണ്ടെങ്കിൽ എന്നാലും വലിയ ബോട്ടിലൊക്കെ ഇഷ്ടം ഒത്തിരി കാണുമായിരിക്കും. എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് എൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്കൊന്ന് പരിചയപ്പെടുത്തുന്നത് ഇവിടെ നമ്മൾ വെക്കുകയാണ്. നമുക്കൊന്ന് നോക്കാതെ എങ്ങോട്ടാണ് എഴിഞ്ഞ് പോകുന്നത് നോക്കാം. സൂപ്പർ. 3 എണ്ണം 3 പേരും വെള്ളത്തിലോട്ട് തന്നെ പോകണം. മിക്കവാറും അതങ്ങ് താപ്പോട്ട് പോവും. ഇവരതിനെ എനിക്ക് തോന്നുന്നത് ഒരു വെള്ളത്തിലോട്ട് തന്നെ താപ്പോട്ട് പോകുന്നുണ്ട്. ലോകത്ത് 69 ഇനം കടൽപ്പാമ്പുകൾ ഉള്ളതിൽ 20 ഇനങ്ങൾ ഇന്ത്യയിൽ കണ്ടുവരുന്നു. മുതിർന്ന കടൽപ്പാമ്പുകളിൽ ഭൂരിഭാഗവും 120 മുതൽ 150 സെന്റിമീറ്റർ, അതായത് 4 മുതൽ 5 അടി വരെ നീളത്തിൽ വളരുന്നു. ഒട്ടുമിക്ക ഇനം കടൽപ്പാമ്പുകൾക്കും അവയുടെ ചർമ്മത്തിന് മുകളിലൂടെ ശ്വസിക്കാൻ കഴിയും. ഇഴജന്തുക്കൾക്ക് ഇത് അസാധാരണമാണ്. കാരണം അവയുടെ ചർമ്മം കട്ടിയുള്ളതും ചെതുമ്പലോട് കൂടിയതുമാണ്. ദ്വീപുകൾക്ക് ചുറ്റും കണ്ടൽക്കാടുകളിലും സമാനമായ ഉപ്പുവെള്ള ആവാസ വ്യവസ്ഥകളിലും ചില കടൽപ്പാമ്പുകൾ വസിക്കുന്നു. മിക്ക കടൽപ്പാമ്പുകളും വെനമുള്ള അപകടകാരികളായ പാമ്പുകളാണ്.
അക്രോകോർഡിഡേ കുടുംബത്തിലെ ഏറ്റവും ചെറിയ അംഗമാണ് ലിറ്റിൽ ഫയൽ സ്നേക്ക് അല്ലെങ്കിൽ മറൈൻ ഫയൽ സ്നേക്ക്. ചെറിയ അരിമ്പാറ പാമ്പ് എന്ന പേരിലും അറിയപ്പെടുന്നു. അക്രോകോർഡിഡേ കുടുംബത്തിലെ 3 അംഗങ്ങളിൽ ഏറ്റവും ചെറിയ പാമ്പാണ് ഫയൽ സ്നേക്ക്. തീരത്തോട് ചേർന്ന് 2 മുതൽ 10 കിലോമീറ്റർ അകലെയും 4 മുതൽ 20 മീറ്റർ ആഴത്തിലും ഇത് കാണപ്പെടുന്നു. പരുക്കൻ ശരീരം, തലയിൽ ഇരുണ്ട വരകൾ. മറ്റു കടൽപ്പാമ്പുകളെപ്പോലെ വാൽ തുഴയുടെ ആകൃതിയിൽ അല്ല. തലയും ശരീര സ്കെയിലുകളും വളരെ ചെറുതാണ്. എണ്ണാൻ പ്രയാസമാണ്. പലപ്പോഴും ഇവ മത്സ്യബന്ധന വലയിൽ കുടുങ്ങാറുണ്ട്. വെനമില്ലാത്തതാണെങ്കിൽ പോലും നമുക്ക് സീ സ്നേക്ക് അഥവാ കടൽപ്പാമ്പിനെ കിട്ടി. ഡെഡായതിനെ നമ്മൾ പരിചയപ്പെടുത്തി. അപ്പോൾ ഡെഡായത് കഴിഞ്ഞപ്പോൾ ജീവനുള്ളത്, ഒരു പ്രശ്നമില്ല, ജീവനുള്ളത് നമുക്ക് കിട്ടി നോക്കൂ. കിട്ടിയപ്പോൾ നമ്മൾ എന്തായാലും ഇത് ഇവർ തന്നെ ചെയ്യുന്നത്, ഇതിനെ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് ഇടുക. അപ്പോൾ ഇവിടെ വന്നിട്ട് അവർ ഇങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ ഫിഷർമാൻ, അതായത് മീൻ പിടിക്കുന്ന ആൾക്കാരിൽ നിന്ന് ഇതിനെ കൈകൊണ്ട് എടുത്ത് പുള്ളിക്കാരത്തി കൈകൊണ്ട് എടുത്ത് അങ്ങോട്ട് വെള്ളത്തിൽ വിട്ടു. ഇതിപ്പോൾ കരയിലായതുകൊണ്ട് ഇങ്ങനെ പതുക്കെ ഇരിക്കുന്നത്, വെള്ളത്തിലോട്ട് നല്ല സ്പീഡിൽ പോകുന്നതാണ് പുള്ളിക്കാരൻ. വെള്ളത്തിലോട്ട് നല്ല, അതായത് കരയിലാകുമ്പോൾ അവന് മൂവ് ചെയ്യാൻ പറ്റില്ല. എന്താ പറയുക, സ്മൂത്തായിട്ടുള്ള സ്കിന്നാണ്, സോഫ്റ്റ് സ്കിന്നാണ്. അപ്പോൾ ഇതിലൊന്നും എഴിഞ്ഞ് പോകാൻ പറ്റില്ല. അപ്പോൾ വെള്ളത്തിലോട്ടാൽ നല്ല സ്പീഡിൽ പോകും. അപ്പോൾ നമ്മളെന്തായാലും ഇതിനെ ഒന്ന് വെള്ളത്തിലിടും. അത് പോകുന്ന കൂടി നമ്മൾ പ്രേക്ഷകർക്കൊന്ന് കാണാം. നോക്കിക്കോളൂ, അതിൻ്റെ സ്പീഡ് നോക്കിക്കോളൂ നിങ്ങളിതാ. വെള്ളത്തിൽ കിട്ടി പോകും. ഇതാ അടിപൊളിയായിട്ട് പോകും. ഇതാ നോക്കിക്കോളൂ, ഇതാ സൂപ്പർ. ഓ, കേരളത്തിൽ നമ്മുടെ ബീച്ചിൽ നമുക്ക് ഇതുവരെ പരിചയപ്പെടുത്താൻ കഴിയാത്ത അതിഥിയായാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ കടൽപ്പാമ്പ് അഥവാ സീ സ്നേക്കിനെ പരിചയപ്പെടുത്തിയത്. എന്തായാലും നമ്മുടെ 3 ജീവനുള്ള സീ സ്നേക്ക് അതിഥികളെയും നമ്മുടെ മമതാജി അതുപോലെ നവീൻജി, നമ്മുടെ 6 പേരുടെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാ സ്നേക്ക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി, നമസ്തേ.